ഹായ് ഡിയേഴ്സ്, ഇത് ഉത്രാടപ്പാച്ചിലിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. ഞങ്ങൾ ഉത്രാടത്തിനന്ന് വൈകുന്നേരം ഹരിപ്പാട്ടേക്ക് പോയി ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ക്രോസ് അടവിൽ നിൽക്കുകയാണ്. അപ്പോൾ ട്രെയിൻ പോകുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇമ്മക്കുട്ടി സ്കൂട്ടിയിലായിരുന്നു പോയത്. അപ്പോൾ ഇമ്മക്കുട്ടിയുടെ രാഹുൽ ചേട്ടായിയും ഞാനും ഇമ്മക്കുട്ടിയും കൂടെയാണ് പോയത്. അപ്പോൾ ഹരിപ്പാട് അമ്പലത്തിൻ്റെ അവിടെയൊക്കെയാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെ നിന്ന് കുറച്ച് പൂക്കളൊക്കെ വാങ്ങി അത്തപ്പൂ ഇടാനായിട്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അമ്പലത്തിൽ കയറാൻ ആദ്യം പ്ലാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ സുബ്രഹ്മണ്യനെ കാണാതെ പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ രണ്ട് സൈഡിൽ നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. നിറയെ പൂക്കച്ചവടക്കാരും ഒക്കെ നല്ല കാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ രാഹുൽ ചേട്ടായിയുടെ കൈ പിടിച്ചാണ് ഇമ്മക്കുട്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ അത്തപ്പൂക്കളമൊക്കെ ഇട്ടേക്കുന്നത് കണ്ടു. ഉത്രാടം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇമ്മക്കുട്ടി അവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി. അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങിയപ്പോൾ ഇമ്മക്കുട്ടി മയിലിനെ കാണാനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ എന്നെക്കാളും മുന്നേ അങ്ങ് ഓടി അങ്ങ് പോയി. അപ്പോൾ ഓടി അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു വീണു എന്ന് വിചാരിച്ചു. പക്ഷെ വീണില്ല. അങ്ങനെ ഓടി കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 3 മയിൽ കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ മയിലിനെ കണ്ടില്ല, ചെറിയ കുഞ്ഞുങ്ങൾ 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കാണാനുള്ള വെപ്രാളത്തിലാണ് ഇമ്മക്കുട്ടി ഓടിപ്പോയത്. അപ്പോൾ ഇതേ 3 മയിൽ കുഞ്ഞുങ്ങൾ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കണ്ട് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് ആളിങ്ങനെ നിൽക്കുവാണ്. 3 പേരുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പുറത്തിങ്ങനെ ചുറ്റും വിളക്ക് കത്തിക്കുന്നത് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ഇമ്മക്കുട്ടിക്ക് അവിടെ മണലിൽ എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും അത്തപ്പൂവിൻ്റെയൊക്കെ അടുത്ത് വന്നു. അവിടെ നിന്ന് ഓട്ടമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞങ്ങൾ തിരിച്ച് കുറച്ച് കടകളിലൊക്കെ കുറച്ച് ചട്ടിവിളക്കൊക്കെ വാങ്ങി. അപ്പോൾ ഇമ്മക്കുട്ടിക്ക് ഗിഫ്റ്റായിട്ടൊരു കൃഷ്ണനെയും കിട്ടി. അത് പിന്നീട് കാണിക്കുന്നുണ്ട്. ഒരു അങ്കിള് വാങ്ങി നൽകിയതാണ്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തുണിക്കടയിലൊക്കെ കയറി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴും ക്രോസ് അടവായിരുന്നു. അപ്പോഴത്തേക്ക് കുഞ്ഞ് ഉറങ്ങിപ്പോയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ വീണ്ടും ഉറങ്ങിയത് കാരണം അടുത്ത ട്രെയിൻ പോയത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കയ്യിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ക്രോസ് അടവ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് ഇമ്മക്കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയ കൃഷ്ണൻ. അവിടെ നിന്നൊരു അങ്കിള്, ഹരിപ്പാട്ട് അമ്പലത്തിൻ്റെ അവിടെ നിന്നൊരു അങ്കിള് വാങ്ങി നൽകിയതാണ്. അപ്പോൾ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി ഞാൻ എൻ്റെ പണിയൊക്കെ തുടങ്ങി. അപ്പോൾ ആദ്യം ഉപ്പേരി വറക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കായ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം കനം കുറച്ച് ഇതേ രീതിയിൽ ഒന്ന് അരിഞ്ഞു വെച്ചു. പണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അങ്ങ് അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത്. എനിക്ക് അത്രയും സ്പീഡില്ലാത്തത് കാരണം ഞാനത് ഫുള്ള് അരിഞ്ഞ് വെച്ചിട്ടാണ് ഉപ്പേരി വറക്കുന്നത്. അപ്പോൾ രാത്രി ഒരു ഏകദേശം 2 മണി 2:30 ആയി എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ. ഉപ്പേരി വറുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വലിയൊരു അടപ്പിൽ ഇങ്ങനെ ചരിച്ച് വെച്ച് അതിനുശേഷം ശർക്കര വരട്ടിയാണ് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് കായ വറുത്ത് വെച്ചു. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ശർക്കര വരട്ടിയുടെ വലിപ്പത്തിൽ കഷ്ണങ്ങളാക്കി വറുത്ത് വെച്ചു. അത്രയും കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ കിടന്നു.